ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദയ്ക്ക് ആരും ഇല്ലാത്ത ആ ഒരവസ്ഥ, നന്ദ മാത്രമേ ഉള്ളൂ. പക്ഷേ നന്ദയ്ക്ക് കാവലായിട്ട് ആ വണ്ടിയിലുണ്ടായിരുന്നിടത്തോളം ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും നന്ദയെ കെയർ ചെയ്ത്, അല്ലെങ്കിൽ നന്ദയോട് ഭയങ്കര കമ്പനിയായിട്ട് എല്ലാ ആൾക്കാരും നന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത്, നന്ദയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നതും അതുപോലെ നന്ദയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതും. അപ്പം നന്ദയ്ക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും വേണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ കുട്ടിയുടെ കൂടെ വന്നതാണെന്ന് ആ വണ്ടിയിലുള്ള എല്ലാവരും പറഞ്ഞു. പക്ഷേ നിങ്ങളെല്ലാവരും ആ ബസ്സിലെ യാത്രക്കാരല്ലേ, മറിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പേടിക്കാനൊന്നും ഇല്ലെന്നും പറഞ്ഞു. ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നന്ദയും ഗൗതവുമായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ എല്ലാവരും ചുറ്റിനും കൂടിയിരിക്കുകയാണ്. അപ്പോൾ വേഗം നന്ദ ആ ഗർഭിണിയോടാണ് ചോദിച്ചത്, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മോൾക്ക് സുഖമായോ എന്നറിയാൻ വേണ്ടി ഞാനിവിടെ നിന്നതാണെന്ന് പറഞ്ഞാൽ ചേച്ചിയും പറയാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദ പറഞ്ഞത് സാറിനാകെ നാണക്കേടായല്ലേന്ന്. അപ്പോൾ നാണക്കേടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനിയിപ്പോൾ നാണക്കേടായാലും സാർ വിഷമിക്കുകയൊന്നും വേണ്ട, നമ്മൾ രണ്ടുപേരും പിരിയാൻ പോകുമല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ ഇതങ്ങ് പൊയ്ക്കോളും, സാറിന് പ്രത്യേകിച്ച് നഷ്ടങ്ങളോ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദ അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗൗതത്തിൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി. ഈ സമയത്ത് വണ്ടിയിലുണ്ടായിരുന്നവരെല്ലാം ചുറ്റിനും കൂടി നിൽക്കുകയല്ലേ, അവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർ പിരിയാൻ പോവുകയാണെന്ന് നന്ദ പറഞ്ഞല്ലോ. അന്നേരം വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാട്ടോ എന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെൺപിള്ളേരിൽ ഇങ്ങനെ പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് വഴിക്ക് പോകാനാണെന്ന് തറപ്പിച്ചുറപ്പിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് നന്ദ അവിടെ നിന്ന് ഇറങ്ങിയതും ഗൗതം ആ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്യാനും നിന്നത്. ആ സമയത്ത് തന്നെ ഈ ഒരു ആക്സിഡൻറ്റിലൂടെ വീണ്ടും അവർക്ക് ഒന്നിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ പിരിയുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം തൻ്റെ ഹെൽത്ത് ഓക്കെ ആവുകയല്ലേ വേണ്ടത്. തൻ്റെ ഹെൽത്ത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ ഒരാൾ വേണം. വേറെ ആരും തനിക്കില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തൻ്റെ ലോക്കൽ ഗാർഡിയൻ ഇപ്പോഴും ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗൗതം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ നന്ദയ്ക്കൊരു കള്ളച്ചിരി. എന്നിട്ട് പിന്നെ നന്ദ ഗൗതവുമായിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇനിയിപ്പോൾ ഏതായാലും കുട്ടിയുടെ ആൾ വന്നല്ലോ, ഞങ്ങളാരും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ എന്നിട്ടിങ്ങനെ അവരിങ്ങനെ അവിടെ അതൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് ആകെ ഒരു വിഷമം പോലെ. നന്ദ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അവിടെ വന്നാലും അവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല, മാത്രമല്ല എല്ലാത്തിനും എപ്പോഴും എല്ലാവരും കുറ്റം മാത്രമേ കണ്ടുപിടിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതൊക്കെ പൊയ്ക്കോട്ടെ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ നന്ദയ്ക്ക് പുതിയ ചെറിയ ഡിമാൻഡുകളും കാര്യങ്ങളും ആ ഒരു രീതിയിലാണ് നന്ദ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല, തന്നെ കാണാതെ അവിടെ അമ്മ വിഷമിച്ചിരിക്കുകയാണ്, മറ്റാരെയും താൻ നോക്കണ്ട, നമ്മുടെ അമ്മയെ നോക്കിയാൽ പോരെ, ഇതൊക്കെ ചോദിച്ചു. അതുപോലെ അർജുൻ തന്നെ കാണാത്തപ്പോൾ തൊട്ടേ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ആങ്ങളെ അവിടെ യുദ്ധം അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, എൻ്റെ കൂടെ ഇന്ത്യ വരത്തിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ അങ്ങ് ചേർത്ത് പിടിച്ച് കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു ഉമ്മയും കൂടെ അങ്ങ് കൊടുക്കുന്നു. അപ്പം നന്ദ വളരെ ഹാപ്പിയായി. അപ്പോൾ കൂടെയുള്ളവരെല്ലാവരും ഇങ്ങനെ നിന്ന് കൈ അടിക്കുക. കാരണം ഇവർ രണ്ടുപേരും നല്ല രസകരമായ രീതിയിൽ അവരുടെ പിണക്കം അവസാനിപ്പിച്ച് കൂട്ടായതിൻ്റെ ഇതിൽ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൂടെ നിന്നവരെല്ലാവരും പറഞ്ഞ് അവരെല്ലാവരും അങ്ങനെ പോന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ വന്നു നന്ദയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ പറയുന്നു. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെന്ന് ആ വീണതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ ഹെൽത്ത് ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം ഗൗതത്തിനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഇവർ വീട്ടിലേക്ക് പോരുന്ന ആ ഒരു ഇതൊക്കെ ആയി. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയത്താണ് ഇന്ത്യ വരത്തിൽ നന്ദയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഈ പറയുന്ന മോഹിനിയും അരുന്ധതിയും അതുപോലെ തന്നെ പിങ്കിയും ഒക്കെ കൂടെ ചേർന്ന നന്ദയ്ക്കില്ലാത്ത കുറ്റമില്ല, നന്ദയാണ് ഈ ലോകം കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട പെണ്ണ്, അങ്ങനെയാണ് അവരവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിനെല്ലാം വളം വെച്ച് പിങ്കിയുണ്ട്. പിങ്കിക്കിപ്പോൾ ആ ഒരു ശബ്ദമുയർത്തി സംസാരിക്കാനുള്ളൊരു ഭയമുണ്ട്, കാരണം അർജുൻ അവിടെ ഉള്ളത് കൊണ്ട്. അങ്ങനെ അർജുനെ പേടിച്ചാണ് പിങ്കി ഇപ്പോൾ ഓരോ വാക്കും പറയുന്നത്. അപ്പോൾ ഇച്ചിരി തല പൊങ്ങുമ്പോഴത്തേക്കും പിങ്കിയെ അടിച്ചിരുത്തുകയാണ് നമ്മുടെ അർജുൻ. അങ്ങനെ പിങ്കിയുടെ തനി സ്വഭാവം എല്ലാവരുടെയും മുന്നിൽ അർജുൻ അങ്ങ് വിളിച്ചു പറഞ്ഞു.
പിങ്കിയെ തൊലി ഉരിച്ച് കളഞ്ഞു, നാറ്റിച്ച് നാണം കെടുത്തി. അങ്ങനെ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ കാര്യങ്ങളെല്ലാം പറയും, ഇവളാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നന്ദയോട് ഇവൾക്കാണ് ജലസി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയും. അങ്ങനെ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്, അതായത് നമ്മുടെ നന്ദ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അയ്യോ എൻ്റെ മോളെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ, നെഞ്ചത്ത് കൈവച്ചിങ്ങനെ ഭയങ്കര കരച്ചിലാണ്. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം, അവളുടെ തോന്നിവാസം കാണിച്ച് വെക്കുന്നു. ഇവൾക്ക് എന്തെങ്കിലും വന്നു പോയായിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ളവർ വേണ്ടായിരുന്നു സമാധാനം പറയാൻ. അവൾ വലിയ പുണ്യാളത്ത് ചമയാൻ പോയിരിക്കുന്നു, അവൾ വലിയ സ്റ്റാറാകാൻ പോയിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. അന്നേരം പിങ്കിയും അത് ഏറ്റുപിടിച്ചു. അല്ലെങ്കിലും പബ്ലിസിറ്റി പണ്ടേ നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മോളെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ലക്ഷ്മിയെ. അപ്പോൾ പിങ്കി, നിന്നോടാ നിർത്താൻ ഞാൻ പറഞ്ഞത്. സഹജീവികളോട് കുറച്ചൊക്കെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനായിരിക്കണം, ആ മനസ്സിൽ കുറച്ചെങ്കിലും നന്മ വേണം. ഈ കുടുംബത്തിലുള്ള ആർക്കും ഇല്ലാത്തത് എന്തായാലും നന്ദയ്ക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയാം. കുടുംബത്തിലുള്ള ഭർത്താവിനെയും അല്ലെങ്കിൽ കുടുംബത്തിലിരിക്കുന്നവരെയും അനുസരിക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്ന പെണ്ണുങ്ങൾ കയറി വന്നാലേ ആ കുടുംബം മുടിയും, ആ കുടുംബത്തിന് ഇനി ഒരിക്കലും ഉയർച്ച ഉണ്ടാകില്ല. അങ്ങനെ ഒരു പെണ്ണാ നന്ദ. അനുഭവിക്കട്ടെ. ഇവിടെ എല്ലാവരെയും തീ തീറ്റിച്ച് എല്ലാവരോടും വഴക്കും ഉണ്ടാക്കി തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, ചെന്ന് പെട്ടതോ അഹങ്കാരത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത്. അനുഭവിക്കട്ടെ, ആരും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ചെറിയമായി ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു നമ്മുടെ അർജുൻ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് നന്ദയ്ക്ക് ഈ ഒരു അവസ്ഥ വരുത്തിയത്. ചെറുതായി തീർന്നു പോകണ്ട, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത കാര്യം അത് അർജുനൻ തന്നെ പറയാണ്, ചെറുതായിട്ടുള്ളൊരു കാര്യം അത് ഗൗതമേട്ടൻ പറഞ്ഞ് വീർപ്പിച്ച് പെരുപ്പിച്ച് വലിയ വിഷയമാക്കി. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിന് എണ്ണയൊഴിച്ച് കൊടുത്തുകൊണ്ടുവരുന്നു. അതാണ് നന്ദയുടെയും ഗൗതമേട്ടൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത്. ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടും നിങ്ങൾക്കാർക്കും ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലേ. ഇനി നന്ദയുടെ ജീവൻ പോയാൽ മാത്രമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആവുകയുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് നന്ദയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതം ഇങ്ങനെ വന്നു നിന്ന് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുവാണ്. എല്ലാം A to Z കേട്ടുകൊണ്ടിരുന്നിട്ട് ഗൗതം പറഞ്ഞു, എനിക്ക് അകത്തേക്ക് വരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം അകത്തേക്ക് കയറി ചെല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഗൗതത്തിൻ്റെ കൂടെ ആരുമില്ല, ഗൗതം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഗൗതം തന്നെ വന്നത് കണ്ടപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി, എല്ലാവരും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും പിങ്കിക്ക് സന്തോഷമായി. വേറൊന്നുമല്ല, നന്ദ കൂടെ ഇല്ലല്ലോ, ഗൗതം വെറും കൈയോടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പം നന്ദയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടാകും എന്നുള്ളൊരിതൊന്നും പിങ്കിക്കില്ല. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ഓടിച്ചെന്നു, അതുപോലെ തന്നെ അർജുനും ചെന്നു. എന്തേ നന്ദമോൾ എവിടെ, ഗൗതം എൻ്റെ നന്ദമോൾ എവിടെയെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് വെപ്രാളം കൂട്ടിക്കൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ ലക്ഷ്മി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ അർജുനും അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. എന്തായാലും ഞാനൊരു തെറ്റ് ചെയ്തു, നന്ദയെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. നന്ദയ്ക്ക് അന്നേ ദിവസം അവിടെ ആ ഒരു സെമിനാർ ഉണ്ടായിരുന്നതാണെന്നും ആ സെമിനാറിൽ പങ്കെടുത്ത് പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നന്ദയുടെ ഇൻറ്റേർണൽ മാർക്ക് നഷ്ടപ്പെട്ടേനെ. അതുപോലെ തന്നെ നന്ദ പിന്നെ പഠിച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല, പരീക്ഷ എഴുതിയിട്ട് പോലും കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് ആ പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം. അപ്പം നീയായിരുന്നു ശരി അർജുനെന്നും പറഞ്ഞു. അങ്ങനെ പിങ്കിയെ തകർത്തുകൊണ്ട് അതേ നമ്മുടെ നന്ദയുമായി ഇന്ദീവരത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു നമ്മുടെ ഗൗതം. അപ്പോഴേക്കും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഒരിക്കലും മര്യാദയില്ലാത്ത ഒരു കാര്യങ്ങളും നന്ദ ചെയ്യില്ല, നന്ദയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നന്ദയ്ക്കൊപ്പം നിന്നതെന്നൊക്കെ അർജുൻ അന്നേരം പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ പിങ്കിക്ക് അങ്ങ് സഹിക്കുന്നില്ല. പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ട്വിസ്റ്റൊക്കെ സംഭവിക്കും എന്നുള്ളത്. അങ്ങനെ എവിടെ എൻ്റെ മോൾ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം വീണ്ടും ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം പിന്നിലോട്ട് തിരിഞ്ഞ് നന്ദയെ വിളിച്ചു. നന്ദ അന്നേരം കയറി വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കെട്ടും ഇതൊക്കെ ആയിട്ട് വരുന്ന മകളെ കണ്ടപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആകതായിപ്പോയി. മോളേന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു കേട്ടോ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. ഇതെന്തൊരു അവിവേകം എൻ്റെ മോള് കാണിച്ചതെന്ന് ചോദിച്ച്. അപ്പോൾ അവിവേകമൊന്നുമല്ല, ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരാളെ സഹായിക്കേണ്ടി വന്നപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. ഓ വലിയ ആളാകാൻ വേണ്ടിയിട്ട്, വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കാണിച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുമ്പോൾ ചെറിയമ്മായി മിണ്ടരുത്. ചെറിയമ്മായിക്ക് ഇല്ലാത്തൊരു മനസ്സ് നന്ദയ്ക്കുള്ളത് കൊണ്ടാണ് നന്ദ ആ ഒരു പ്രവൃത്തി ചെയ്തത്. അതിനെ പ്രശംസിച്ചില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കാണിക്കരുതെന്ന്. അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ശരിക്കും വഴക്കായെന്ന് തന്നെ പറയാം.
നന്ദയോട് യാതൊരു മര്യാദ ഇപ്പോഴും കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ വിളിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നു. അതിനുശേഷം നമ്മുടെ അർജുനാണെങ്കിലും നന്ദയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ നന്ദ നല്ല ടയേർഡാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദയ ഇപ്പോൾ അവിടെ ഒരു വിഷയമായിട്ടിരിക്കുക. അപ്പോഴേക്കും അരുന്ധതി വലിയ ആൾ കളിക്കാൻ വന്നു. പിന്നെ ഇനി അങ്ങോട്ട് ഗൗതം നന്ദയെ തൊടാൻ ആരെയും അനുവദിക്കുന്നില്ല. എല്ലാവരും ചുമ്മാ അതൊക്കെ പറയുന്നതാണെങ്കിൽ പോലും നന്ദയെ ഒന്നും പറയണ്ട എന്നുള്ള രീതിയിൽ നന്ദയ്ക്ക് സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ഗൗതം സംസാരിക്കുക. അപ്പോൾ ഇന്നലെ വരെ അടിയുണ്ടാക്കിയവരല്ല ഇപ്പോൾ ഈ നിമിഷം തൊട്ട് ഇന്ത്യ വരത്തിലുള്ളത്. അത് നമ്മുടെ പിങ്കിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിങ്കി വെറുതെ കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിക്കുന്നതാണെന്ന് പിങ്കിക്ക് അറിയാം. പിന്നെ അർജുൻ്റെ വായിലിരിക്കുന്നത് കേൾക്കുന്നത് മാത്രം മിച്ചം. അത്ര ഒരു ഗുണമേ നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നുള്ളൂ. ആ ഇതിൽ നിന്നൊരു നല്ല പേര് നേടാൻ പോലും പിങ്കിക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്നത് വഴക്കും കാര്യങ്ങളൊക്കെ മാറി ഇവർ വളരെ സെറ്റായി. ഇനി അങ്ങോട്ട് കാണേണ്ടത് ഇവരുടെ രണ്ടുപേരുടെയും സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു മഴ പെയ്ത് തോർന്ന ഒരിത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.